ഹായ് എവരിവൺ, വെൽക്കം ടു ഓട്ടോ മാഡ്നസ്. നമ്മളിന്ന് ചെറിയൊരു റേസ് കാണാൻ വേണ്ടി പോവാണ്. ജർമ്മൻ നൂർബർഗ് റിംഗ് എന്ന് പറയുന്ന ഒരു ഫേമസ് റേസിംഗ് ട്രാക്ക് ഉണ്ട്. അതായത് നമുക്കൊരു ട്രാക്ക് എന്നതിനപ്പുറം ഒരു 25 കിലോമീറ്റർ ഫോറസ്റ്റിനകത്തോടെയുള്ള ഒരു ട്രാക്കാണിത്. ഇംഗ്ലീഷിൽ ഒരു നിക് നെയിം പറയുന്ന ഗ്രീൻ ഹെൽ എന്ന് പറയും. അത് അത്രയ്ക്കും റിസ്കി ആയിട്ടുള്ള ഒരു ട്രാക്കാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഈ റേസിന് വേണ്ടി. നമ്മൾ 24 അവർ ഒരു എൻഡുറൻസ് റേസാണിത്. അപ്പോൾ ഇതിൽ ജർമ്മൻ ഓൾമോസ്റ്റ് എല്ലാ കാർ മേക്കേഴ്സും പങ്കെടുക്കുന്നുണ്ട്. മെഴ്സിഡസ്, BMW, ഓഡി, പോർഷെ, പിന്നെ ഫോർഡ് മുതലുള്ള പല ബ്രാൻഡുകളുണ്ട്. ഓൾമോസ്റ്റ് ഒരു 140 മുതൽ 160 കാറുകൾ ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 2-3 ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട്. GT3 ഉണ്ട്, നോർമൽ ടൂറിംഗ് ഉണ്ട്, പിന്നെ സ്മോൾ കാർസ് ഉണ്ട്. അങ്ങനെ പല സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് മെയ് 16-ാം തീയതിയാണ്. അപ്പം മെയ് 16-ാം തീയതിയാണ് ഇന്ന് അതിൻ്റെ 24 അവർ റിയൽ റേസിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജർമ്മൻ ടൈം 4 മണിക്കാണ് റിയൽ റേസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇന്ന് നമ്മളവിടെ ചെല്ലുന്നു, നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു ഓവർനൈറ്റ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇനി ഇൻ കേസ് ഉറങ്ങണമെങ്കിൽ വണ്ടിക്കകത്ത് തന്നെ കിടന്ന് ഉറങ്ങാം എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ പോകുന്നത്. ഈ വർഷത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുല 1 ചാമ്പ്യനായിട്ടുള്ള മാക്സ് ഫെർസ്റ്റപ്പൻ ഇതിൽ റേസിൽ ഒരു ടീം, ഫെർസ്റ്റപ്പൻ റേസിംഗ് എന്ന് പറയുന്ന ഒരു ടീം ഇതിലുണ്ട്. മെഴ്സിഡസ് AMG GT3 ആണ് അവർ യൂസ് ചെയ്യുന്ന വണ്ടി. അപ്പോൾ അതിൽ ഒരു 24 അവർ എന്ന് പറയുമ്പോൾ ഒരു ടീമിൽ ഒരു 3 to 4 ഡ്രൈവേഴ്സ് ഉണ്ടാവും. ഒരാൾ ഒരു അപ് ടു 3 അവറൊക്കെ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്തയാൾ കയറും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. പിന്നെ യൂഷ്വൽ റിപ്പയർ, പിറ്റ് സ്റ്റോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫോറസ്റ്റ്, ആ ഒരു ഫോറസ്റ്റ് ആംബിയൻസിൽ ഭയങ്കര റഫ് ട്രാക്കുകളും എന്താ പറയുക റിയൽ ട്രാഫിക് എന്ന് പറഞ്ഞാൽ 140 കാർ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഇത് എല്ലാ സെഗ്മെന്റ്സ് റേസുകളും സൈമിൾട്ടേനിയസ്ലി നടക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ പറയുക ഹൈ റിസ്ക് കാറ്റഗറി പറ്റിയ ഒരു റേസിംഗ് ആണ്. പിന്നെ എൻഡുറൻസ് 24 അവർ നൈറ്റ് എല്ലാം ത്രൂ ഔട്ട് റേസിംഗ് ആണ്. അപ്പം നമ്മൾ ഇതുവരെ ഇതിന് പോയിട്ടില്ല. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് അപ്പം നിങ്ങളെയും കൂടെ അത് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ള ഒരു ഇന്ത്യക്കാരൻ ഈ റേസിൽ പങ്കെടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ബാംഗ്ലൂരുകാരനാണ്, അർജുൻ മൈനി എന്ന് പറഞ്ഞ പുള്ളി ഒരു വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ റേസറാന്ന് പറയാം. പുള്ളി ഫോർഡിന്റെ ടീമിൽ ഇന്നലെ ക്വാളിഫയിങ്ങിൽ 7th പൊസിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ക്വാളിഫയിങ്ങിൽ ഇന്നലെ വന്നേക്കുന്ന റിസൾട്ട് പ്രകാരം ഫസ്റ്റ് സെക്കൻഡ് റെഡ് ബുളിന്റെ ടീമുകളാണ് ഫസ്റ്റ് സെക്കൻഡ് വന്നേക്കുന്നത്. അവർ ലംബോർഗിനി ഹുറാക്കാനായിരുന്നു. മാക്സ് ഫെർസ്റ്റപ്പൻ ടീം വന്നേക്കുന്നത് 4th പൊസിഷനിലാണ്. നമ്മുടെ ഇന്ത്യക്കാരൻ്റെ ടീം ഫോർഡ് ടീം വന്നേക്കണ 7th അപ്പോൾ ആ ഒരു ഇത് ലൈനപ്പിലായിരിക്കും ഇന്നത്തെ റിയൽ റേസിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നോൺ സ്റ്റോപ്പ് 24 അവർ ഇതായിരിക്കും. നാളെ വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ ഇത് ഫിനിഷ് ആവും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്ലാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിത് മാക്സിമം ഇതിന് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള 2-3 ലൊക്കേഷൻസ് ഉണ്ട്. അതായത് ഗ്രാൻഡ് പ്രിക്സ് സ്റ്റാർട്ട് പോയിന്റ്, നമ്മൾ ആദ്യം സ്റ്റാർട്ട് പോയിന്റിൽ പോവുക, ഒരു 2-3 അവേഴ്സ് അവിടുത്തെ എല്ലാം സ്റ്റാർട്ടിങ്, പിറ്റ് സ്റ്റോപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുക. പിന്നെ 1-2 മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള, അതായത് കാർ സ്കില്ലും ജമ്പിങ്ങും അങ്ങനെയൊക്കെ വരുന്ന സ്പോട്ടുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ സ്പോട്ടുകൾ കവർ ചെയ്യുക. മാക്സിമം നമുക്ക് പറ്റുന്നത്രയും നൈറ്റ് നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ വന്ന് കിടക്കും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഫോക്സ്വാഗൺ ടയറോൺ ആണ്. അപ്പോൾ ടയറോണിൽ നമുക്ക് അത്യാവശ്യം വലിയൊരു ഡിക്കി സ്പേസ് ഉണ്ട്. നമുക്ക് സീറ്റ് മടക്കി കഴിഞ്ഞാൽ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. സ്ലീപ്പിംഗ് സാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ക്യാമ്പിംഗ് മോഡിൽ ആണ് പരിപാടികൾ. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് റിയൽ വിഷ്വൽസ് കാണാം. ഓക്കെ. പെട്ടിയോട്ടോ കാണിക്കാനാണ്. മൂന്നാർ പോകുന്ന ഫീലുണ്ട്. ഇതിപ്പോ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നിന്നാ അപ്പൊ നമ്മൾ ഈ 7 കിലോമീറ്റർ ഇനി നമ്മൾ നടന്നു പോവാ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട്. നോക്കാം.
അല്ല, എനിക്ക് തോന്നിയത് നല്ല അടുത്തുള്ള സ്ഥലമായിരിക്കും. ഇവിടെ വീണ്ടും ചെക്കിംഗ് ഉണ്ട്, കേട്ടോ. എത്ര ലെവൽ ചെക്കിംഗ് ആണ്. കൊള്ളാം. നമ്മള് ഇട്ട ഡ്രസ് ഇട്ടിട്ട് ഇവിടെ വരത്തിന് കിടക്കാനുള്ള മറ്റേ ഓഫ് ചെയ്തിട്ട് കിടക്കാനുള്ള ബെഡ് കൊണ്ടാണ് ക്ലാസ് നമ്മള്. അപ്പോൾ ഇപ്പൊ നമ്മൾ കയ്യില് കിടക്കണം പിടിക്കണം ഒക്കെ നമ്മള് കയ്യിലെടുക്കും. പിക്നിക്ക് മാറ്റം എന്തെങ്കിലും ഒരെണ്ണമുണ്ട്, അത് എടുത്തോണ്ടോ എവിടെയെങ്കിലും ഇരിക്കണമെങ്കിലേ മുഴുവൻ ചെളിയും പുല്ലും ഒക്കെ ആണല്ലോ. ശരിയാ. ഷൂസ് മറ്റേ മാറ്റണോ? മാറ്റിക്കോ, വേണമെങ്കിൽ. എനിക്ക് മാറ്റാൻ വേറെ ഷൂൊന്നും. ഒരു ബസ്സൊക്കെ കയറി 6 കിലോമീറ്റർ പോകാൻ വേണ്ടി ബസ്സൊക്കെ കയറിയിട്ട് 3/4 മണിക്കൂറായി. നടന്നായിരുന്നെങ്കിൽ പണ്ടേ എത്തിയ. ഒരു 1.5 ബ്ലോക്കിൽ പെട്ട് കിടക്കുക. ഇങ്ങോട്ടൊക്കെ വരുന്നവര് ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് മാത്രം വരിക. നമ്മളങ്ങനെ മെയിൻ വെന്യൂവിലെത്തി. അപ്പോൾ ഇവിടെ കുറച്ച് പോർഷെ 911 എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. റേസ് തുടങ്ങാൻ ഇനിയൊരു 1 മണിക്കൂറും കൂടെ ഉണ്ട്. വോക്സ്വാഗൺ ഗോൾഫ് 6 മോഡിഫൈ ചെയ്ത് എക്സ്ട്രീം ആക്കി വെച്ചിട്ടുണ്ട്. എത്ര എണ്ണം കിടക്കണമെന്ന് നോക്കിയേ. 3 6 911s കിടപ്പുണ്ട്. ഇതെല്ലാം ഫ്യൂച്ചർ അല്ല, പാസ്റ്റിൽ റേസ് കഴിഞ്ഞ് ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്ന ടീമുകളാണ്. 2011 മോഡല്, 2018 മോഡല് 911 GT3. സ്റ്റാറ്റസ് 135 ലാപ്പ് ഓടിയ വണ്ടിയാണ്. അകത്തെ ട്രാക്കിൽ നിന്നുള്ള വിഷ്വൽസ് പ്രൊജക്ടറിൽ കൊടുത്തേക്കണം. നമ്മൾ അകത്തോട്ട് കയറിയിട്ടില്ല, നമ്മൾ കയറാൻ പോണേ ഉള്ളൂ. ബാക്ക് കിടപ്പുണ്ടല്ലോ. BMW-ന്റെ M2. ഇതൊക്കെ ഇതിന് മുന്നത്തെ റേസുകളിൽ പങ്കെടുത്തുള്ള വണ്ടികളായിരിക്കും. M4 GT3 പക്ക റേസിങ് വണ്ടിയാണ്. എൻ്റെ ഉള്ളൊക്കെ ഇരിക്കണ നോക്കി, ഒറ്റ ഒരാളെ ഇരിക്കുള്ളൂ. ട്രാക്കിൻ്റെ പിറ്റ് സ്റ്റോപ്പിൻ്റെ അവിടെ എങ്ങാണ്ട് എത്തിയത്. തന്നെ അറിയാവരുടെ മോളിത്തിൽ അത് നോക്കി. അത് മറ്റേത് ട്യൂൺ ചെയ്ത അത് അഫൽ ടർബാഹ്, അതാ ഞങ്ങളെ അഫൽ ടർബാഹ്. ബ്രാബൂസൊക്കെ പോലെ ട്യൂൺ ചെയ്യുന്ന ടീമുകളാണ്.